എതേറിയം ETF ഇന്ന് ലോഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇന്ന് ജൂലൈ 23, ജൂലൈ 23rd. ഇന്ന് വാനക്സിന്റെ എതേറിയം ETF, 21 ഷെയർസ് എതേറിയം ETF, ഫിഡിലിറ്റിയുടെ എതേറിയം ETF, ഫ്രാങ്ക്ലിൻ എതേറിയം ETF ആൻഡ് ഇൻവെസ്കോ ഗാലക്സിയുടെ എതേറിയം ETF ഇന്ന് ലോഞ്ച് ചെയ്യപ്പെടും. അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയം ഇപ്പോ എതേറിയം ETF ഇപ്പോ ആപ്പിൾസും ഗൂഗിൾസിന്റെ ഒപ്പം ആണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ Web3യുടെ ഗ്രേറ്റസ്റ്റ് പ്രൊജക്ട് ഇപ്പോ Web2യുടെ ഗ്രേറ്റസ്റ്റ് കമ്പനികളായിട്ടാണ് ഇപ്പൊ മുട്ടി നിൽക്കുന്നത്. മനസ്സിലായോ? ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എന്നിവ കമ്പനികൾക്ക് ഒരു എതിരാളിയായിട്ടാണ് ഇവര് വരുന്നത്. ഇപ്പൊ കട്ടയ്ക്ക് നിൽക്കാന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഈ Web 2.0 യുഗം, ആ യുഗത്തിൽ നിൽക്കുന്ന കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ട്രില്യൻസിലാണ്. അപ്പൊ Web 2.0 മാർക്കറ്റ് ക്യാപ്പ് എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു വലിയ മാർക്കറ്റ് ക്യാപ്പാണ് അതിന്റെ. വലിയ മാർക്കറ്റ് ക്യാപ്പ്, ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ്, ഹൺഡ്രഡ്സ്, മേ ബി 10 to 20, 30, വലിയ മാർക്കറ്റ് ക്യാപ്പ്. പക്ഷെ നമ്മൾ Web 3.0 മാർക്കറ്റ് ക്യാപ്പ് എടുത്തു വെറും $2 trillion. ഒരു ബിറ്റ് കോയിനും എതേറിയം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 50%. ബാക്കിയുള്ളതൊക്കെ അല്ലറ ചില്ലറ ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ മാർക്കറ്റ് ക്യാപ്പിലേക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് Web 3.0 ഒരു കുഞ്ഞാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, Web 3.0 ഒരു കുഞ്ഞാണ്. അത് ഭാവിയിൽ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എതേറിയത്തിന് ഇപ്പൊ വലിയ അഡോപ്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എതേറിയത്തിന് ഇപ്പൊ കണ്ടമാനം ലിക്വിഡിറ്റി കിട്ടിക്കൊണ്ടിരിക്കുക, ക്യാഷ് ഇൻഫ്ലോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം വെച്ചാൽ എതേറിയം ഇപ്പൊ വീർക്കും, ഇൻഫ്ലേറ്റ് ചെയ്യും. എതേറിയം ഒരു $6,000 to $9,000 മാർക്കറ്റിലേക്ക് എത്തും. ഇപ്പൊ എടുത്ത് വിതിൻ ദ നെക്സ്റ്റ് 3 to 6 months എതേറിയം എത്തും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ലിക്വിഡിറ്റി വരാണ് എതേറിയത്തിൽ. മനസ്സിലായോ? പക്ഷെ എതേറിയത്തിന് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരു ഘടകം. അതെന്താന്ന് അറിയാം? അതെന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന്റെ എക്കണോമിക് മോഡലാണ്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 2021 ലണ്ടൻ ഹാർഡ് ഫോർക്ക് തൊട്ട് മനസ്സിലാക്കണം. ആ പീരീഡ് തൊട്ടിട്ട്, ആ യുഗം തൊട്ടിട്ട് മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാൽ 2021 ലണ്ടൻ ഹാർഡ് ഫോർക്ക് അപ്ഗ്രേഡ് ചെയ്യും എതേറിയം ഒരു ഡിഫ്ലേഷണറി മോഡലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബേസ് ഫീ കൊണ്ടുവന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു ബേസ് ഫീ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. ആ ബേസ് ഫീ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിച്ച് കളയും. എന്തിനാ കത്തിച്ച് കളയണത് ഒരു കൗണ്ടർ ബാലൻസ് ആവാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം എതേറിയം പുതിയതായി ഇഷ്യൂ ചെയ്യാണ്, അതിനനുസരിച്ചിട്ട് എതേറിയം ബേൺ ചെയ്യണം. അപ്പൊ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയം ഡിഫ്ലേറ്റ് ചെയ്യണം. ഇൻഫ്ലേറ്റ് ചെയ്യാനേക്കാട്ടും കൂടുതൽ ഡിഫ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും നെറ്റ്വർക്കിന്റെ. മനസ്സിലായി? അല്ലെങ്കിൽ എതേറിയത്തിന്റെ കോയിന്റെ വില കൂടും. മനസ്സിലായി? അപ്പൊ ഒരു ഡിഫ്ലേറ്ററി മോഡലാണ് എതേറിയം കൊണ്ടുവന്നത്. ഇൻഫ്ലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് അത്, ഈ ലണ്ടൻ ഹാർഡ് ഫോർക്ക് അപ്ഗ്രേഡ്. മനസ്സിലായ? പക്ഷെ ഇതിൽ പെശക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര 2022 സെപ്റ്റംബറിൽ എതേറിയം പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറണം. എവിടെ നിന്ന്? പ്രൂഫ് ഓഫ് വർക്ക് നിന്ന്. അപ്പൊ ഈ 2021 കാലഘട്ടത്തിലൊക്കെ പ്രൂഫ് ഓഫ് വർക്ക് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രൂഫ് ഓഫ് വർക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിലബിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്കെയിൽ ചെയ്യാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. മൈനേഴ്സിന്റെ ആവശ്യമുണ്ട്. അധികം മൈനേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വാലിഡേറ്റ് ചെയ്യപ്പെടാം. മനസ്സിലായ? പിടികിട്ടിയ. പക്ഷെ ആ സമയത്ത് ട്രാൻസാക്ഷൻ ഫീ കിട്ടുന്നത് കൂടുതലായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈനേഴ്സിന് കാശ് കൊടുക്കണം, അതിന് ഹാർഡ്വെയർ ആവശ്യമുണ്ട്, ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്, അങ്ങനത്തെ കുറെ റിസോഴ്സസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് മൈനേഴ്സിന് കാശ് കൊടുക്കണം. അതിന് ഓരോ ബ്ലോക്കിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഫീ കൊടുക്കണം. ആർക്ക്? മൈനേഴ്സിന്. അവർ കംപ്ലീറ്റ് ചെയ്യും മൈനേഴ്സ് ഇടയിൽ. എന്നിട്ടാണ് ആ ട്രാൻസാക്ഷൻ ആ ബ്ലോക്കിലേക്ക് എടുത്ത് വയ്ക്കുക. ഇതൊരു ഹെക്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ ഇന്റൻസീവ് പ്രോസസ് നിന്ന് മാറിയിട്ട് പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറി എതേറിയം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിലബിലിറ്റി ഇഷ്യൂ സോൾവ് ചെയ്യാനും നെറ്റ്വർക്ക് ഫീസ് കുറയ്ക്കാനും നെറ്റ്വർക്ക് കൺജഷൻ കുറയ്ക്കാൻ വേണ്ടി. ഈ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് 2022 സെപ്റ്റംബറിലേക്ക് അവർ മാറിയപ്പോ ട്രാൻസാക്ഷൻ ഫീ കുറഞ്ഞു. അപ്പൊ യൂസേഴ്സിന് പെട്ടെന്ന് കാശ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റി. പെട്ടെന്ന് മാത്രമല്ല, ചെലവ് കുറവിന്. മനസ്സിലായ? അപ്പോഴും ഡിഫ്ലേഷണറി മോഡലായിരുന്നു. അപ്പോഴും കുറെ ഈതർ അവർ കത്തിച്ച് കളഞ്ഞു. ഈ കഴിഞ്ഞ 1000 ദിവസത്തിൽ തന്നെ ഏകദേശം $12 ബില്യൺ ഈതർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായോ? അതൊരു ഡിഫ്ലേഷണറി മോഡൽ ആയതുകൊണ്ടാണ് ഇത് കത്തിച്ച് കളയുന്നത്. ബേസിക്കലി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിഫ്ലേഷണറി മോഡൽ കൊണ്ടുവന്ന കാരണമാണ്. ഇൻഫ്ലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. മനസ്സിലായി? പക്ഷെ ഈ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് വന്നപ്പോ എന്താ പറ്റിയ? യൂസേഴ്സ് എതേറിയത്തിൽ നിന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ L2സിന്റെ പിന്നാലെ പോയി. ലെയർ 2സിന്റെ പിന്നാലെ പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ പ്രൂഫ് ഓഫ് വർക്ക് കാലഘട്ടത്തിൽ തന്നെ എതേറിയത്തിന്റെ ഫീസ് അത്രയധികം ആയതുകൊണ്ട് ആൾക്കാർ പോളിഗണിലേക്കൊക്കെയാണ് ചാടി. ലെയർ 2 സൊല്യൂഷൻ. ലെയർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന്റെ മോഡലിൽ ബിൽഡ് ചെയ്യാൻ ഒരു ബ്ലോക്ക് ചെയിൻ. ഈ പോളിഗണിലേക്ക് ചാടിയിട്ട് അവിടെയാണ് ട്രാൻസാക്ഷൻ നടത്തിയത്. ഈ പോളിഗണിൽ ട്രാൻസാക്ഷൻ കുറവായിരുന്നു. അപ്പോൾ ഭയങ്കര ആക്ടിവിറ്റി ആയിരുന്നു പോളിഗൺ ഭയങ്കരമായിട്ട് കത്തി കയറി. പിന്നീട് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് മെക്കാനിസം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കണ്ടമാനം L2s വന്നിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ L2സിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എതേറിയത്തിന്റെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ബേസിക്കലി. അപ്പൊ ഈ എതേറിയത്തിന്റെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ടമാന പ്രൊജക്ട്സുകൾ വന്നു. ഈ പ്രൊജക്ട്സുകളിലേക്ക് ആൾക്കാർ ചാടി. അപ്പൊ ഉള്ള പെശക് എന്താന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് മുഴുവൻ അവിടേക്ക് പോയി അവിടുത്തെ ആക്ടിവിറ്റി കൂടി. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന്റെ ഡിഫ്ലേറ്ററി മോഡൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല അവർക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഫ്ലേറ്ററി മോഡൽ കീപ്പ് ചെയ്യണമെങ്കിൽ 23 ഗുവായെങ്കിലും വേണം ഓൺ ആവറേജ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയധികം എതേറിയം ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രയധികം എതേറിയം ഇഷ്യൂ ഉണ്ട് അതിനനുസരിച്ച് കത്തിക്കണം. അതിന് 23 ഗുവായാണ് വേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അധികം യൂസർ ആക്ടിവിറ്റി എതേറിയത്തിന്റെ മുകളിൽ വേണം, അല്ലെങ്കിൽ എതേറിയം നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെയിൻ ബ്ലോക്ക് ചെയിനിൽ വേണം. ഇതില്ലെങ്കിൽ എതേറിയത്തിന്റെ ഡിഫ്ലേറ്ററി മോഡലിന് ചോദ്യം ചിഹ്നവും. മനസ്സിലായോ? ലണ്ടൻ ഹാർഡ് ഫോർക്ക് അപ്ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം 1000 ദിവസമായിട്ട് എതേറിയം 23 ഗുവായോളം ആവറേജ് ട്രാൻസാക്ഷൻ നടന്നിരുന്നു. എത്ര ആക്ടിവിറ്റി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 മാസമായിട്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ ലണ്ടൻ ഹാർഡ് ഫോർക്കിന് ശേഷം 46 ഗുവായായിരുന്നു ഒരു ട്രാൻസാക്ഷൻ ഓൺ ആവറേജ് കിട്ടിയത് എതേറിയത്തിന്. അത്രയധികം ബേണിങ്ങും നടന്നിരുന്നു ബേസിക്കലി. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ L2സിന്റെ പ്രോമിനൻസ് കാരണം ബേസിക്കലി ആർബിട്രം ഒപ്റ്റിമിസം പോലത്തെ പ്രൊജക്ട്സുകൾ അവരുടെ പ്രോമിനൻസ് വന്നപ്പോൾ ആൾക്കാർ പിന്നെ അവിടേക്ക് ചാടി. അവിടെ ട്രാൻസാക്ഷൻ കൂടി. അവിടെ ഒരു മാസം 18 മില്യണോളം ട്രാൻസാക്ഷൻ നടക്കുന്നു. എതേറിയത്തിന്റെ ഓൾ ടൈം ഹൈ ട്രാൻസാക്ഷൻ നടന്നത് 2021 മാർച്ചിലാണ്. ഏകദേശം 50 മില്യണോളം ട്രാൻസാക്ഷൻ നടന്നിരുന്നു. പക്ഷേ ഇപ്പോ ആർബിട്രവും ഒപ്റ്റിമിസം കൂടി എതേറിയത്തിനെക്കാട്ടും കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്നത്, വളരെയധികം കൂടുതൽ നടത്തുന്നത്. എതേറിയത്തിന്റെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ വളരെയധികം കുറയും ചെയ്തു. മനസ്സിലായോ? ഈ പ്രോബ്ലം കുറച്ചും കൂടി വേഴ്സ്റ്റ് ആയത് ഡീക്കൺ അപ്ഗ്രേഡിലാണ്. ഡീക്കൺ അപ്ഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെയർ 2 നടക്കുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ L2 നടക്കുന്ന ട്രാൻസാക്ഷൻ അതിന്റെ ട്രാൻസാക്ഷന്റെ കോസ്റ്റ് 98% കുറച്ചു. ഇനി എതേറിയം ബ്ലോക്ക് ചെയിനിൽ ഒരു ട്രാൻസാക്ഷൻ സബ്മിറ്റ് ചെയ്യാനാണ്, മീൻസ് L2 നടത്തുന്ന ട്രാൻസാക്ഷൻ സബ്മിറ്റ് ചെയ്യാനാണ് അത്ര ട്രാൻസാക്ഷൻ ഫീ ഇല്ല. അപ്പൊ വീണ്ടും ട്രാൻസാക്ഷൻ ഫീ കുറഞ്ഞു. അപ്പൊ ബേണിംഗ് റേറ്റും കുറഞ്ഞു. മനസ്സിലായോ? മീൻസ് ഈ ഒരു അപ്ഗ്രേഡ് എതേറിയത്തിന്റെ ഡിഫ്ലേറ്ററി മോഡലിനെ ചോദ്യത്തിലാക്കി. മനസ്സിലായോ? ഇത് പിടികിട്ടിയെന്നാണ്. പിന്നെ ഇപ്പൊ അടുത്ത് ഈ അപ്ഗ്രേഡ് നടന്നത് മാർച്ചിലാണ് ഈ കൊല്ലം. അത് കഴിഞ്ഞിട്ടൊരു അപ്ഗ്രേഡ് കൂടി നടത്തുന്നുണ്ട്. അതാണ് സ്മാർട്ട് കോൺട്രാക്റ്റിലുള്ള അപ്ഗ്രേഡ്. വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിലുള്ള അപ്ഗ്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിന്റെ ഡാറ്റ അല്ലെങ്കിൽ കോഡ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഫീ വീണ്ടും കുറയും. കുറച്ചുകൂടി ഫാസ്റ്റ് ആവും ട്രാൻസാക്ഷൻ. അത് മാത്രമല്ല ട്രാൻസാക്ഷൻ ഫീ കുറയും, വീണ്ടും ബേണിംഗ് റേറ്റ് കുറയും. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കുക, ട്രാൻസാക്ഷൻ ഫീ കുറയാനുള്ള കാര്യം ബേസിക്കലി ആ നെറ്റ്വർക്കിൽ ആൾക്കാരില്ല എന്നാണ്. മീൻസ് മെയിൻ ബ്ലോക്ക് ചെയിനിൽ എതേറിയത്തിന്റെ മുകളിൽ ആൾക്കാർ ട്രാൻസാക്ട് ചെയ്യുന്നില്ല എന്നാണ് സത്യം. ആൾക്കാർ ട്രാൻസാക്ട് ചെയ്താലാണ് ഡിമാൻഡ് കൂടിയാൽ മാത്രം 23 ഗോവ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? മീൻസ് എന്നാലും മാത്രം ആ നെറ്റ്വർക്ക് സ്റ്റേബിലൈസ് ചെയ്യാൻ പറ്റും. കിട്ടിയ അപ്പൊ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിന് ഫേസ് ചെയ്യണം. കഴിഞ്ഞ 3 മാസമായിട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് നന്നായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയം ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസം 60,000 എതേറിയം വെച്ച് ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട്. എതേറിയം നെറ്റ്വർക്ക് ഏകദേശം 2,50,000 ഡിഫ്ലേറ്റ് ചെയ്തിരുന്നു. അത്ര എതേറിയം കത്തിച്ച് കളഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് 1.5 ലക്ഷത്തോളം എതേറിയം ഇൻഫ്ലേറ്റ് ചെയ്തു. അത്രത്തേക്കും എതേറിയം ഇഷ്യൂ ചെയ്തു. പക്ഷെ അത്ര കത്തിച്ച് പോയിട്ടില്ല. മനസ്സിലായ? ഈ 3 മാസം കൊണ്ട് അത് ബാലൻസ് ആവുമെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 2022 ആ പ്രൈസ് ടാർഗറ്റിലേക്ക് എത്താം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എതേറിയത്തിൽ ആൾക്കാർ കുറവാണ്. എതേറിയം ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ $2,000 മാർക്ക് എത്താം. എപ്പോ? ആ നവംബർ ഒക്കെ ആ സമയത്ത്. നിങ്ങൾക്ക് മനസ്സിലായ? പിടികിട്ടിയെന്ന്. അപ്പൊ എതേറിയത്തിന്റെ മോണിറ്ററി പോളിസി ഒരു ചോദ്യചിഹ്നത്തിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ മാറും നമുക്കറിയില്ല. അവരിപ്പോ ഞാൻ വലിയ അപ്ഗ്രേഡ് കൊണ്ടുവരാണെങ്കിൽ മാറ്റം വരാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് ഇൻഫ്ലേറ്റ് ചെയ്ത് സപ്ലൈ കൂടിയിട്ട് ഇതിന്റെ മൂല്യം കുറയാം. അപ്പൊ വലിയ പോയിന്റ് ഇല്ല എതേറിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ. മനസ്സിലായി? നെറ്റ്വർക്ക് ഇംപ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? പക്ഷേ താൽക്കാലികമായി ETF-ന്റെ ഇൻഫ്ലോ കാരണം അല്ലെങ്കിൽ ഫെഡിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാരണം ഒക്കെ ചിലപ്പോൾ എതേറിയത്തിന്റെ പ്രൈസ് കൂടാം. മനസ്സിലായ? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി വരാൻ പോണ മാസങ്ങളിൽ എതേറിയത്തിന്റെ പ്രൈസ് ചിലപ്പോൾ 6,000 തൊട്ടിട്ട് 30,000 വരെ കയറാം. പിന്നെ നവംബർ ആകുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും തിരിച്ച് അതിന്റെ ഒറിജിനൽ പ്രൈസ് എത്താം. ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2022 പ്രൈസ് ആയിരിക്കും ഞാൻ പറയുന്നത്. ആ പ്രൂഫ് ഓഫ് സ്റ്റേക്കിന് തൊട്ട് മുമ്പത്തെ പ്രൈസ്, ആ പ്രീമേർജ് കാലഘട്ടത്തിലത്തെ പ്രൈസിലേക്ക് എത്താം. മനസ്സിലായ? പിടികിട്ടിയ? അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്ഗ്രേഡുകളൊക്കെ കാരണം എതേറിയത്തിന് ഗുണം ഉണ്ടായിന്ന് പറയാം ഒരു രീതിയിൽ. പക്ഷെ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ മോണിറ്ററി പോളിസിക്ക് ചോദ്യചിഹ്നമായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എതേറിയം 46 ഗുവായി വെച്ചിട്ടാണ് ട്രാൻസാക്ഷൻ കിട്ടിയത്. ഏത്? ലണ്ടൻ ഹാർഡ് ഫോർക്കിന് ശേഷം 1000 days ആഫ്റ്റർ ലണ്ടൻ ഹാർഡ് ഫോർക്കിന് ഒരു ആവറേജ് 46 ഗുവായി കിട്ടിയിരുന്നു. പക്ഷെ ഡീക്കൺ അപ്ഗ്രേഡിന് ശേഷം അത് കുറഞ്ഞിട്ട് 8 ഗുവായി. അപ്പൊ എതേറിയം നന്നായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി എതേറിയത്തിന് മിനിമം 23 ഗുവ വേണം ബാലൻസ് ചെയ്യാൻ, മീൻസ് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ. നമ്പർ ഓഫ് എതേറിയം ഇഷ്യൂഡ് ഈക്വൽ ടു നമ്പർ ഓഫ് എതേറിയം ബേൺഡ്. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ കാരണം എതേറിയം പൊളിഞ്ഞു പപ്പടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ആ ഷോർട്ട് ടേം പ്രൈസ് ടാർഗറ്റ് എടുക്കാം.
അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു $6,000 to $9,000. അത് നിങ്ങൾ ആലോചിച്ചു 3x യുവർ മണി ബാക്ക്. അടിപൊളിയല്ലേ? പിന്നെ ഇതെന്നൊക്കെ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? ഫസ്റ്റ് ബിറ്റ്കോയിൻ ETF ആയിരുന്നു ഇഷ്യൂഡ് ആയത്, അപ്രൂവൽ കിട്ടിയത്. ഇപ്പൊ ബിറ്റ്കോയിന് ആപ്പിളും ഗൂഗിൾസിന്റെ ഒപ്പം ട്രേഡ് ചെയ്യപ്പെടും. പിന്നെ കിട്ടിയത് എതേറിയത്തിനാണ്. ഇനി വരാൻ പോകുന്നത് സൊളാനോ അങ്ങനത്തെ കുറെ പ്രൊജക്റ്റുകൾക്കായിരിക്കും. അവരൊക്കെ ഇവിടുന്ന് ചിലപ്പോൾ 5x 6x ഒക്കെ ഈസിയായിട്ട് അടിക്കായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കാം, ചെറിയ ഗ്യാപ്പ് കോയിനുകളുടെ ഒക്കെ ETF എത്താണെങ്കിലും ഭാവിയിൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ 1000 മടങ്ങും 10,000 മടങ്ങൊക്കെയാണ് കാശ് ഉണ്ടാക്കുക. അവർ ETF അപ്രൂവൽ കൂടി കിട്ടിയവർക്ക് 3x അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. കണ്ടമാനം കാശ് വെറുതെ കിട്ടും. വെറുതെ ജനറേഷണൽ വെൽത്ത് ഇതാണ് പറ്റാൻ പോണത്. കാരണം റിച്ചും പൂറും നമ്മൾ ഡിവൈഡ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ. ഇവിടെ ഹ്യൂമാനിറ്റി ഉണ്ട്. കാശുണ്ടെങ്കിൽ കാശുണ്ട്, കാശില്ലെങ്കിൽ കാശില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദാരിദ്ര്യം പിടിച്ച് ചാവാണ്ടിരിക്കുക. അത് ഓരോരുത്തർ വ്യക്തിപരമായ ഇഷ്ടം. സാഹചര്യമൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ ആരും അത് ആലോചിക്കാൻ പോകില്ല. മനസ്സിലായോ? അപ്പൊ നമ്മളെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സേഫായി. ജനറേഷണൽ വെൽത്താണ് ഈ 4 മാസം വരാൻ പോണത്. മനസ്സിലാക്കണം. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നവംബർ സമയം. അപ്പൊ ഈ 4 മാസം അടിപൊളിയായിരിക്കും. കാരണം നമുക്കറിയാം ട്രംപ് വിജയിക്കുള്ളൂ. ട്രംപ് പ്രോ ക്രിപ്റ്റോ ആണ്. ട്രംപ് ക്രിപ്റ്റോനെ ഫേവർ ചെയ്യും. എന്ത് പറഞ്ഞാലും ശരി, ട്രംപ് ക്രിപ്റ്റോനെ ഫേവർ ചെയ്യും. പിന്നെ ട്രംപിന്റെ ആ വെടി കിട്ടിയ കേസും കൂടി ആയതുകൊണ്ട് ആൾക്കാർ വീണ്ടും ട്രംപിനെ വോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് വെടി കിട്ടി മരിച്ചാൽ കഴിഞ്ഞു കത്തില്ല. പക്ഷെ വെടി കിട്ടിയാൽ സർവൈവ് ചെയ്തു. അതിനോടൊപ്പം ജയിൽ വിളിച്ചു ചെയ്തത് USA എന്ന് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ കഴുത്താണ് കാണിക്കുന്നത് പ്രസിഡന്റ് ഡേ. ആ കഴുത്ത് ജനങ്ങൾക്ക് ഹോപ്പ് കൊടുക്കണം, ജനങ്ങൾക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ്. ബേസിക്കലി ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് കഴുത്തുണ്ടെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവണം. അങ്ങനെ ട്രംപ് കാണിക്കുമ്പോൾ ആ ഒരു സിഗ്നേച്ചർ മീൻസ് USA അത് പറയുമ്പോൾ ആ കാരണം കൊണ്ട് ഡബിൾ എഫക്റ്റ് ആണ്. അവർ എങ്ങനെ പോയി ട്രംപിനെ വോട്ട് ചെയ്യും. ഈ കാരണം കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഇലക്ഷനിൽ ട്രംപ് ജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ജയിക്കും തന്നെ പറയാം. ആ നവംബർ സമയത്താകുമ്പോഴേക്കും ക്രിപ്റ്റോ ഭയങ്കര രീതിയിൽ കയറും. നമ്മൾ കണ്ടമാനം കാശ് റിട്ടയർ ചെയ്യും. നമുക്ക് വേറെ പണിയൊന്നുമില്ല, പിന്നെ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ 4 മാസം ടു ജൂൺ, അടുത്ത കൊല്ലം ജൂൺ വരെ ആണ് കളി. പക്ഷെ അടുത്ത 4 മാസം നമ്മുടെ ഏറ്റവും അടിപൊളി കാലഘട്ടം നമ്മൾ വിശ്വസിക്കും. മനസ്സിലായി? പിന്നത്തെ കാലഘട്ടം നമ്മൾ പിന്നീട് നോക്കും, അവസ്ഥ അനുസരിച്ചിട്ട്, എക്കണോമിക് ക്ലൈമറ്റ് അനുസരിച്ച്, വെതറൊക്കെ അനുസരിച്ച്. പക്ഷെ ഈ 4 മാസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു ബുൾ റൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനറേഷൻ വെൽത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, നല്ല ഉറപ്പുണ്ട്. അതെനിക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാം. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.